റിനീഷിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, വെൽക്കം മിസ്റ്റർ റിനീഷ്. Thank you, sir. So, good morning, all. So, ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആക്ച്വലി ആംവേ ബിസിനസ് വളരെ എന്താ പറയാ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. ഓക്കെ, സോ അത് എങ്ങനെ നമുക്ക് അതിന്റെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സോ അതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ എന്തുകൊണ്ട് ആംവേ ബിസിനസ് ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യം അല്ലെ. സോ മെജോറിറ്റി ആൾക്കാർ നമ്മൾ എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ നിന്നാണ്. സോ നമുക്ക് ആക്ച്വലി നമുക്കൊരു ഹ്യൂജ് ഇൻകം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിൽ നിന്ന് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളത് ഒരു 24 hours ആണ് ഒരു ദിവസം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മളെ ഹെൽത്ത്, പിന്നെ അതുപോലെ സ്ലീപ്പ്, അതിനൊക്കെ മാറ്റി നമുക്ക് കിട്ടുന്നത് 12 hours മാത്രമാണ്. ഈ 12 hours വെച്ചിട്ടാണ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മള് ആക്ച്വലി എംപ്ലോയി ആണെങ്കിലും നമ്മൾ പലതരത്തിലുള്ള ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മന്ത്ലി അത്യാവശ്യം ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലിയുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ പറ്റും. മാരേജ്, പിള്ളേരെ മാരേജ്, എഡ്യൂക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വീട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം പോസിബിൾ ആണ്. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ ആക്ച്വലി റിട്ടയർമെന്റ് സമയത്ത്, അതായത് ആഫ്റ്റർ സം 30 to 40 years ഓഫ് സർവീസ്, റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഓർഗനൈസേഷൻ പിന്നെ ഒരു റോളും ഇല്ല അല്ലെ. ശരിക്കും പറഞ്ഞാല് ബ്ലഡും സെറ്റും കൊടുത്ത് വളർത്തി വലുതാക്കിയ ഓർഗനൈസേഷൻ നമുക്ക് ഒരു റോളും ഇല്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ റിട്ടയർമെന്റ് നമ്മളൊരു ജോലി ഒരിക്കലും നമുക്ക് അവർക്ക് നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ കൈമാറാൻ പറ്റില്ല. അതായത് അവര് പിന്നെ അഗെയിൻ ദേ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ സീറോ അല്ലെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സീറോ എന്നാണ്. നമ്മൾ എഡ്യൂക്കേഷൻ എടുത്തു, നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, എന്നിട്ട് ജോബ് കിട്ടി. ഇതേ സെയിം വേയില് അടുത്ത നമ്മുടെ ജനറേഷൻ പോകണം. അതുകൊണ്ടാണ് ഈ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഒരു ഹ്യൂജ് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവര് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, സീറോന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോ ഇതാണെങ്കിൽ പിന്നെ ഇപ്പൊ ചില ആൾക്കാര് ചെറിയ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും സെൽഫ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അവർക്കാണെങ്കിലും അവരതാണെങ്കിലും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഇതുപോലെ ടൈമിന് ഒരിക്കലും നമുക്ക് ഒരു ഹ്യൂജ് ലെവലിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒരു സ്മോൾ യൂണിറ്റ് ഉണ്ടായിരിക്കും, അതിൽ 4-5 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പറയുമ്പോൾ ബിസിനസ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും അവിടുന്ന് ഒരു ടൈം പീരീഡ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഒരാഴ്ചയൊക്കെ ലീവ് എടുത്തിട്ട് എവിടെയെങ്കിലും പോകുന്ന കണ്ടിട്ടുണ്ടോ? ഒരിക്കലും പോകില്ല. കാരണം പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിങ് തെറ്റിപ്പോകും, അല്ലെങ്കിൽ മാർക്കറ്റ് പിടിച്ച് കിട്ടില്ല. ഓക്കെ, പിന്നെ അവരുടെ മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടൈം ഒരിക്കലും നമുക്ക് ഉണ്ടായിരിക്കില്ല. 12 hours വർക്കാണ്, 16 hours വർക്കിന്, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതായത് നമ്മളൊരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിലാണെങ്കിൽ ഒരിക്കലും ഒരു 12 hours അതിൽ നിന്ന്, അല്ലെങ്കിൽ 14 hours വിട്ടിട്ട് കൂടുതൽ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മണി ഈസ് ഈക്വൽ ടു ടൈം. അപ്പൊ നമ്മള് കൂടുതൽ ടൈം നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹ്യൂജ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് നമുക്ക് അതായത് ഈ ടൈമിന്റെ ഇതിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത് ഈ ബിസിനസ്സിലാണ്. അതായത് ബിസിനസ്സിലാവുമ്പോൾ നമുക്ക് ഈ 12 hours-നെ 24 ആക്കാൻ പറ്റും, 240 ആക്കാൻ പറ്റും, 2400 hours ആക്കാൻ പറ്റും. ഇതെല്ലാം പോസിബിൾ ആവുന്നത് ബിസിനസ്സിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹാസ് ടു ലേൺ അല്ലെ. പുതിയ കാര്യങ്ങളെ പിന്നെ ലീഡർഷിപ്പിൽ കുറെ കാര്യങ്ങളെ കണ്ടുപിടിക്കണം. കുറെ ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ടായിരിക്കും, ബിസിനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും. അവർ ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണം, പിന്നെ ഒരു വലിയ ഓർഗനൈസേഷനെ ട്രാൻസ്ഫർ ചെയ്തെടുക്കണം അല്ലെ. ഇപ്പൊ നമ്മളെ ടീമിലേക്ക് വരുന്ന ഓരോരുത്തരും എന്ന് പറഞ്ഞാല് ഒരു ക്രൗഡാണ്. ക്രൗഡ് എന്ന് വെച്ചാൽ ക്രൗഡിനൊരു ഒരു ടീമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാര്. പക്ഷെ അവർക്ക് പൊതുവായിട്ട് ഒരു ഗോൾ ഉണ്ടായിരിക്കില്ല, ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുറെ ആൾക്കാർ വന്നിട്ട് പിന്നെ സിനിമ കാണാൻ പോകുന്നു, വരുന്നു, തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ,
അപ്പൊ ഇവിടെ പക്ഷെ ഒരു ടീം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അതൊരു ക്രൗഡ് ടീം ടീം എന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു ഡിസിപ്ലിൻ ഉണ്ട്, കോമൺ ആയിട്ടുള്ള ഗോൾ ഉണ്ട്. ഇങ്ങനെയൊക്കെ വേണം. അപ്പൊ ഇതിലേക്ക് ഒരു ക്രൗഡിനെ ഒരു ടീമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഒരു ആംവേ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് അത് അതിനാണ് നമ്മൾ ഓരോ വരുന്ന നമ്മുടെ ടീമിലേക്ക് വരുന്ന ഓരോരുത്തരെയും നമ്മള് 9 കോർ സ്റ്റെപ്സ്, അതാണ് ആംവേ ബിസിനസിന്റെ കോർ എന്ന് പറഞ്ഞാൽ. ഈ 9 കോർ സ്റ്റെപ്സ് ഫോളോ അത് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ. അപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഒരു ജനറൽ മുന്നിലുണ്ടായിരിക്കും. ജനറൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാല് ബാക്കിലുള്ള ആർമി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമോ? നോ. ജനറൽ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴാണ് ബാക്കിന്ന് ഒരു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. അതായത് നമ്മുടെ ഇവിടെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ അതായത് അവരെല്ലാം നമ്മള് പഠിപ്പിച്ചെടുക്കണം. ശരിയാണ്. ഓക്കെ. അവരെ നമ്മളെ ടീമിലേക്ക് വരുന്ന ഓരോരുത്തരും 9 സ്റ്റെപ്സ് നമ്മളെ അവരെ എക്സ്പെർട്ട് ആക്കി മാറ്റണം. ബട്ട് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാല് ജനറൽ, അതായത് നമ്മുടെ ടീമിന്റെ ജനറൽ ആരാണ് നമ്മള്. സോ വി മസ്റ്റ് ഡു 9 സ്റ്റെപ്സ് പ്രോപ്പർലി. ഓക്കെ. അപ്പൊ 9 സ്റ്റെപ്സിന്റെ ആളുടെ 9 സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിന് ഞാനൊരു 3 സ്റ്റെപ്സിനെ കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ്, വളരെ എന്താ പറയാ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ആക്ച്വലി. അതായത് ഓരോ സ്റ്റെപ്പ് ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നതിന് ഓരോ സ്റ്റെപ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ആദ്യം നമ്മൾ കുറച്ച് സെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, പിന്നെ വേറൊരു ലെവലിലേക്ക് ടീമിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരും അല്ലെ. അതാണ് ഓരോ ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാല് ആദ്യത്തെ ഒരു 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാല് ശരിക്കും സെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതായത് സെൽഫ് യൂസ്, നമ്മൾ യൂസ് ചെയ്യുക പ്രോഡക്ട്സ്, പിന്നെ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. സെൽഫ് യൂസ് വളരെ എന്താ പറയാ വളരെ ഈസി ആയിട്ടൊരു സംഭവമാണ്. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആ കമ്പനിയുടെ പ്രൊഡക്ട്സ്, നമ്മൾ ഓണർ ആവുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അല്ലെ. ഇല്ലെങ്കിൽ എന്ത് മനസ്സാക്ഷി ഉണ്ടായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ആളോട് പറയാൻ. ഓ, നമ്മള് സൂപ്പർ സോപ്പാണ്, അടിപൊളി സോപ്പാണ്, പെർസോണ. വന്നു നോക്കുമ്പോൾ വീട്ടിൽ ലൈഫ് ബോയ് ആണെങ്കിൽ എന്താ അവസ്ഥ അല്ലെ. ആക്ച്വലി അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയി പോയി അല്ലെ. നമ്മള് പുറത്ത് നമ്മൾ പറയുന്നു അത് ഉപയോഗിക്കുന്നു, എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതില്ല. ലൈഫ് ബോയ് ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ നമുക്കൊരു മോറൽ ഗ്രൗണ്ട് ഇല്ല ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് വളരെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് നല്ല യങ് ആയിട്ട് ഇരിക്കാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് നമ്മള് വേറെ ആൾക്കാരോട് പറയാം, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരാണ് ശരിക്കും പറഞ്ഞ പ്രൊഡക്റ്റ് എല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാര്? നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അവര് വേറെ ആൾക്കാരെ വഴി അറിയുകയാണെങ്കിൽ അങ്ങനെ റിനേഷ് ബിസിനസ് ബിൽഡ് ചെയ്ത് എന്ത് മോശമായിരിക്കും അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അവരോട് പറയാം, അതാണ് ക്രിയേറ്റ് കസ്റ്റമർ. അപ്പൊ നമുക്ക് 10 to 20 കസ്റ്റമർ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഷോ ദ പ്ലാൻ. ഫ്രണ്ട്സ്, ഒരിക്കലും ദർ ഇസ് നോ ഫ്രീ ലഞ്ച് ഇൻ ദ വേൾഡ് അല്ലെ. ഒരിക്കലും ഫ്രീ ആയിട്ട് ഒന്നും കിട്ടില്ല. നമ്മൾ നല്ല ഹാർഡ് വർക്ക് ഇട്ടേ തീരും. പണ്ടൊരു സ്വാമിജി പറഞ്ഞു, സ്വാമിജിന്റെ അടുത്ത് ഒരാൾ പോയിട്ട് പറഞ്ഞു, എനിക്ക് പിന്നെ അത് ഞാനൊന്നും ചെയ്യില്ല, പക്ഷെ ആൾക്കാർ ചെയ്യണം, എനിക്ക് ക്യാഷും കിട്ടണം. അതായത് ഞാനൊരു പണിയും ചെയ്യില്ല, ഞാൻ ജസ്റ്റ് വെറുതെ ഇരിക്കുള്ളൂ, പക്ഷെ ആൾക്കാർ വർക്ക് ചെയ്യണം, എനിക്ക് ക്യാഷ് കിട്ടണം. അത് പോസിബിൾ ആണോ? പോസിബിൾ ആണെന്ന് വെച്ചാല് അപ്പൊ സ്വാമിജി പറഞ്ഞ അങ്ങനെയാണെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് ഓപ്പൺ ചെയ്തു തന്നു. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഉഡായിപ്പ് ചെയ്ത് കഴിഞ്ഞാല് അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ റിയൽ മണി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ വർക്ക് ഇൻവോൾവ്. ഓക്കെ. നമ്മൾ എഫേർട്ടിന് ആനുപാതികമായിട്ടുള്ള റിസൾട്ടേ നമ്മുടെ ലൈഫിൽ കിട്ടുള്ളൂ. അതായത് ആ റിസൾട്ട് നമ്മുടെ ലൈഫിൽ നിൽക്കുള്ളൂ. അല്ലാത്തല്ല ലോട്ടറി അടിക്കുന്ന ആൾക്കാരാണ്, ലോട്ടറി അടിക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അവർ പാപ്പരായി പോകും. ഓക്കെ. സോ നെക്സ്റ്റ് നെക്സ്റ്റ് 3 സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബുക്ക് റീഡിങ്, ലിസൺ ടു ഓഡിയോ സീരീസ്, പിന്നെ ഫങ്ഷൻസ്. ഓക്കെ. ഇതിലൂടെ ഈ നമ്മളെ ഒരു ടീമിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ വലിയൊരു ഹ്യൂജ് ഓർഗനൈസേഷനിലേക്ക് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. ഓക്കെ. ജസ്റ്റ് എ സെക്കൻഡ്.
ഓക്കെ. അപ്പൊ ഒരു ഹ്യൂജ് ഓർഗനൈസേഷൻ ആക്കി നമ്മൾ അതിനെ വളർത്തി കൊണ്ടുപോകണം. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് നമ്മുടെ ഒരുപാട് ലീഡർഷിപ്പ് ലെവൽ നമ്മൾ എടുത്തിരിക്കും. കാരണം നമ്മൾ കൂടെ ഒരാൾ നിൽക്കുമ്പോൾ യെസ് അയാൾ പറയണം യെസ് ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും എന്താ പറയാ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇയാളെ കൂടെ അല്ലെ ഇയാൾ എൻ്റെ അപ്ലൈൻ ആയിട്ട് വന്നാണെന്ന് നമ്മൾ പറയിപ്പിക്കണം. ഓക്കെ. അതിന് നമുക്ക് ഈ ബുക്സ് സി ഡി ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, ടീച്ചബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ വിത്ത് അപ്ലൈ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പൊ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പിന്നെ ഈ ബുക്ക് റീഡിങ്ങിനെ കുറിച്ചാ. ഓക്കെ. ഒരു ബുക്ക് ഞാൻ റീസെന്റ് വായിച്ച ഒരു ബുക്കാണ് ബ്രയാൻ ട്രേസിയുടെ അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ഓക്കെ. അതൊരു നല്ല ബുക്കാണ്. ഓക്കെ. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതിൽ ഇനീഷ്യലി പുള്ളി പറയുന്ന കാര്യമാണ്, അതായത് നമ്മൾ ഓരോ ഇൻഡിവിജ്വലും എവറിബഡി ഓൺ എർത്ത് ഹാസ് ഗോട്ട് എക്സ്ട്രാ ഓർഡിനറി പൊട്ടൻഷ്യൽ. അതായത് ഒരു ഹ്യൂജ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ടാലന്റ് ഓരോ ആൾക്കാരെ ഉള്ളിലുണ്ട്. ഓക്കെ. പക്ഷെ പിന്നെ എന്തുകൊണ്ട് അത് ആ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? ഓക്കെ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലേ? ഡ്രീംസ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ? നിങ്ങൾ ആരോട് സംസാരിച്ച് നോക്കിയേ, ഡ്രീംസ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ? എവറിബഡി ഹാസ് ഗോട്ട് ഡ്രീംസ്. പിന്നെ എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല? അദ്ദേഹം അതിന് 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാണ് പിന്നെ കംഫർട്ട് സോണിൽ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മെനി ഫെയിലിയേഴ്സ്. പിന്നെ ഡോണ്ട് നോ ഹൗ ടു ഡു. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഈ കംഫർട്ട് സോൺ എന്ന ഏറ്റവും വലിയ വില്ലനാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വില്ലനാണ് കംഫർട്ട് സോൺ. ഓക്കെ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഈ 2006 2007 കാലഘട്ടത്തിൽ ഓക്കെ ലോകത്തിലെ മൊബൈൽ വിപണിയുടെ 50% ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു നോക്കിയ. അല്ലെ? നോക്കിയയുടെ ഫോണില്ലാത്ത ഒരു കാലഘട്ടം ആ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. 50% ഷെയർ, വേൾഡിലെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു നോക്കിയ. പിന്നത്തെ മേജർ പ്ലെയർ ആരെന്ന് പറയാം, ബ്ലാക്ക്ബെറി. അല്ലെ? ബ്ലാക്ക്ബെറി ഓഫീസ് ഹയർ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, ഹൈ പെർഫോമൻസ് അയാളെ സിഇഒ എല്ലാവരുടെ കയ്യിലുള്ള ഒരു ഇതായിരുന്നു ബ്ലാക്ക്ബെറി. കാരണം അതിൽ കുറെ ഇന്റർനെറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. Okay. അവിടെയാണ് ആപ്പിൾ വന്നത്. 2006 ആപ്പിൾ അവിടെ ഐഫോൺ ആയിട്ട് എൻ്റർ ചെയ്തു. അപ്പൊ ഐഫോണിന്റെ ഫീച്ചർ കണ്ടു കഴിഞ്ഞപ്പോ ഇവരൊക്കെ കളിയാക്കി. അതായത് ഇതൊക്കെ കിഡ്സിനുള്ളതാണ്, ജസ്റ്റ് ലൈക്ക് എ ടോയ്സ് ആണിത്, ഇതിനൊന്നും ആവശ്യമില്ലെന്ന്. അതേ വർഷം ബ്ലാക്ക്ബെറി അവരെ R&D, റിസർച്ച് ആൻഡ് ഡിസൈൻ ഉണ്ടല്ലോ, അതിന്റെ 50% സ്ട്രെങ്ത് കുറച്ചു. അവര് വിചാരിച്ചു ഇനി ഫർദർ ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ആവശ്യമില്ല നമ്മൾ ഫോണിൽ. ഇനി അങ്ങോട്ട് ഒരു ഒരു ഗ്രോത്ത് അവർ കാണുന്നില്ല ഫോണിൽ. ഒരു 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 ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൂട്ട് അവർ കാണുന്നില്ല. സോ അവരിനി ആവശ്യമില്ല, ഇനി ഫർദർ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അവര് തീരുമാനിച്ചു. അതുപോലെ നോക്കിയ എന്ന് പറഞ്ഞാൽ നോ നീഡ് ടു ചേഞ്ച് എനിത്തിങ്. അതായത് ആൾക്കാർക്ക് നമ്മുടെ ഫോൺ ഇഷ്ടമാണ്, ഇനി അങ്ങോട്ട് അതിന്റെ ഒരു ഇനി അങ്ങോട്ട് വേറെ ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. മൈ ഡിയർ ഫ്രണ്ട്സ്, ആ വർഷമാണ് ആപ്പിൾ അവരെ ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ആപ്പിളിന്റെ കാലമായി. അതായത് പല മാർക്കറ്റുകൾ അവരെ കീഴടക്കി ചരിത്രം സൃഷ്ടിച്ചു. അതിനുശേഷം ആപ്പിൾ 2006 അവർ ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ 5 years later ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത 5 years ശേഷം നോക്കിയ ബിസിനസ് ഔട്ടായി, ബ്ലാക്ക്ബെറി ബിസിനസ് ഔട്ടായി. ജസ്റ്റ് ഇമാജിൻ. കാരണം അവരെ ആ കംഫർട്ട് സോണിലായിരുന്നു. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ അവരെ ചിന്തിച്ചില്ല, ട്രൈ ചെയ്തില്ല. ഓക്കെ. സോ നമ്മുടെയൊക്കെ സക്സസിന്റെ മേജർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ കംഫർട്ട് സോൺ ആയിരിക്കും. കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം. അപ്പൊ ഒരു വാരൻ ബെന്നീസ് എന്നൊരു പുള്ളി എഴുതിയ ഒരു ബുക്ക് ഉണ്ട്, ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, എങ്ങനെ ലീഡേഴ്സ്, അതായത് എങ്ങനെ ലീഡേഴ്സ് ഇതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെ, അതായത് കംഫർട്ട് സോണിനെ എങ്ങനെയാണ് ഇവർ ഓവർകം ചെയ്യുന്നത്.
അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. പല ഓർഗനൈസേഷൻസ് ഇല്ലേ, പല ഓർഗനൈസേഷനിൽ നമ്മുടെ മുന്നിൽ വളരുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രോത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ അപ്പൊ ആ പുള്ളി കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ടോപ്പ് ഓഫ് ഫാമിലി. 1 minute സർ. അലാ അപ്പോ അപ്പൊ എങ്ങനെ സക്സസ് എങ്ങനെ അപ്പൊ അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ അവര് സസ്റ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ, അപ്പൊ പുള്ളി കണ്ടുപിടിച്ച കാര്യം എന്ന് വെച്ചാല് ഇവരെന്ന് പറഞ്ഞാല് ഹൈ ഹൈ ഗോൾസ് സെറ്റ് ചെയ്യും. എക്സ്ട്രാordinary ഹൈ ആയിട്ടുള്ള ഹൈ ഗോൾസ് സെറ്റ് ചെയ്യും. അതായത് കറന്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റീസിൽ ദാറ്റ് നോട്ട് അറ്റ് ആൾ പോസിബിൾ. അങ്ങനത്തെ ഗോൾസ് ആണ് അവര് സെറ്റ് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യുക വെച്ചാൽ അവർ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരും, എക്സ്ട്രാ എഫേർട്ട് ഇടും. അങ്ങനെയാണ് അവർ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് അതായത് ഫെയിലിയർ. ഓക്കെ, ഓക്കെ, സോ ഫെയിലിയർ, ഫിയർ ഓഫ് ഫെയിലിയേഴ്സ്. ഓക്കെ, അതൊരു മേജർ ആണ്, ഫിയർ ഓഫ് ഫെയിലിയേഴ്സ്. കാരണം നമ്മൾ ആക്ച്വലി ചില നമ്മളെ മീൻസ് നമ്മളെ തോട്ട്സ്, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും ടെലിവിഷൻസ് വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും ദേ വിൽ ആൾസോ വാച്ച് ടെലിവിഷൻസ്, പുള്ളി പറയുന്നത്. പക്ഷെ അവർ വാച്ച് ചെയ്യുന്നത് 1 hour ആയിരിക്കും. ആൻഡ് ദേ ഹാവ് ഗോട്ട് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ കണ്ടന്റ്. എന്ത് വാച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കംപ്ലീറ്റ് അവർക്കറിയാം. എന്ന് വെച്ചാൽ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, ടെലിവിഷൻ വാച്ച് ചെയ്യുന്നത് ഇഷ്ടം പോലെ ആയിരിക്കും. അത് നമുക്ക് കൺട്രോൾ ഇല്ല. നമ്മൾ തന്നെ നോക്കി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കാ. ആ നെക്സ്റ്റ് എന്ത് നമ്മൾ കാണണം എന്ന് അവരെ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ സക്സസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലാത്തവരും തമ്മിലൊരു മേജർ ഡിഫറൻസ് ഇതാണ്. ഓക്കെ, നമുക്ക് കണ്ടന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. എന്തിനാ വെച്ചാൽ നമ്മൾ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഒരുപോലെ ആം, ഒരു എന്താ പറയാ ആം, ഗ്രോ- ഒരു ബ്രോട്ടപ്പിലായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. ഓക്കെ, ചില ആൾക്കാര് ഫാമിലിയിലെ മീൻസ് ചില കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ചലഞ്ചസിലൂടെ കടന്ന് വന്ന ആൾക്കാരായിരിക്കും. എസ്പെഷ്യലി നെഗറ്റീവ് ആയിട്ടുള്ള കുറെ റിമാർക്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്കൂൾസിൽ നിന്ന് കുറെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവനെ കൊണ്ട് കൊള്ളത്തില്ല അല്ലെ. അപ്പൊ ഏറ്റവും മേജർ ആയിട്ടൊരു റോളാണത്. സ്കൂളിൽ നിന്ന് അതായത് കുറച്ച് മാർക്സ് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ 50 മാർക്കില് 48 മാർക്ക് കുറച്ചു, 48 മാർക്ക് കിട്ടിയെന്ന് വയ്ക്കുക. അപ്പൊ 2 മാർക്സ് കിട്ടിയില്ല. അപ്പൊ എല്ലാരും പറയുന്നത്, പാരന്റ്സ് ആണെങ്കിൽ പറയുന്നത്, എവിടെ പോയി 2 മാർക്സ്, നീ ശ്രദ്ധിച്ചെഴുതണ്ടേ. ടീച്ചേഴ്സും പറയും 2 മാർക്സ് ഒക്കെ പോയില്ലേ. പക്ഷെ ആ കൊച്ച് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് 48 മാർക്ക് വാങ്ങിച്ചത് എല്ലാരും അങ്ങോട്ട് വിസ്മരിക്കുകയാണ്. ഇതാണ് പിള്ളേരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ടോട്ടൽ അതായത് തുടക്കം മുതലേ അവർക്കൊരു ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കുറഞ്ഞൊരു സെൽഫ് എസ്റ്റീം കുറയുന്ന. കാരണം കാരണം കുറെ ആൾക്കാർ പറഞ്ഞ് ലേബൽ ചെയ്യാണ്, ഇയാള് ശരിയല്ല, ഈ ആള് പോരാ, കൊച്ചു പോരാ, അവനെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനെ തോട്ട് പ്രോസസ്സിലാണ് പല ആൾക്കാരും കടന്നു വരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, നമുക്ക് അപ്പൊ പുതിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താ, ഏതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. ജെന്യൂൻ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ആൾക്കാർ എന്താ വിചാരിക്കുക, ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഐ കാൺട്ട് അല്ലെ, ഐ കാൺട്ട് ഇങ്ങനെ. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ അപ്പൊ ഇതിന് ആക്ച്വലി അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, മേജർ ആയിട്ടുള്ള നമ്മുടെ ലൈഫില് ഇതിനെ ഓവർകം ചെയ്യണം. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ബ്ലെയിം അവോയ്ഡ് ചെയ്യാം. അതായത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല ബ്ലെയിമിങ് ഗെയിം. അത് ചെയ്യാനായിരുന്നു, അത് ചെയ്തില്ല, ഇത് ചെയ്യണമായിരുന്നു, ഇതെന്തുകൊണ്ട് ചെയ്തില്ല അല്ലെ. ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ടീമിലും ഇങ്ങനെ പല 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 സംഭവങ്ങൾ നടക്കാറുണ്ട് പലപ്പോഴും, ഓരോ ടീം ഗ്രോത്തിലൊക്കെ. അപ്പൊ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ട് ബ്ലെയിം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ വി ആർ നോട്ട് റെഡി ടു ടേക്ക് അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി. അതായത് റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ബ്ലെയിമിലേക്ക് പോകുന്നത്. അപ്പൊ റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ,
ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദിസ്. അതുകൊണ്ടാണ് ഇത് സോ ആൻഡ് സോ ഹാപ്പൻഡ്. സോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ റിലാക്സ്, സിറ്റ്. ഓക്കെ, എന്നിട്ട് വാച്ച് ചെയ്യുക എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അനലൈസ് ചെയ്യുക. ഓക്കെ, റിലാക്സ് ചെയ്യുക, സിറ്റ് ഡൗൺ ചെയ്യുക, എഴുതി വെക്കുക എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ റിസൾട്ട് വരുന്നില്ല നമുക്ക്. ഓക്കെ, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി വരുന്നില്ല. സോ ടേക്ക് എ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പറഞ്ഞാല് ഓക്കെ, സോ ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. അതായത് പല ആൾക്കാരും ചെയ്യണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണം അല്ലേ? ക്യാഷ് ഉണ്ടാക്കണം എന്ന് ആൾക്കാരുണ്ട്, ആഗ്രഹമുണ്ട്. അതായത് അഡീഷണൽ ഇൻകം ക്രിയേറ്റ് ചെയ്യണം എന്ന് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണം അറിയില്ല. സോ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. സോ അതും നമ്മളെ ഇൻവോൾവ്മെന്റിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അതായത് ഇൻകം. ഇപ്പൊ അദ്ദേഹം ഒരു സെമിനാറിൽ ഇങ്ങനെ ചോദിച്ച ആൾക്കാരോട്, ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ഡബിൾ യുവർ ഇൻകം? അപ്പൊ എല്ലാവരും കൈ പൊക്കി. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഒരു എംപ്ലോയ്മെന്റിൽ എന്ന് പറഞ്ഞാൽ 3% ആണ് ആനുവൽ ഇൻക്രിമെന്റ്. അതിന്റെ ഒരു കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ 22 വർഷം എടുക്കും ഒരാളെ ഇൻകം ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ. ആലോചിച്ച് നോക്കും, നമ്മുടെ എംപ്ലോയ്മെന്റിലാണെങ്കിൽ 22 years ഇറ്റ് വിൽ ടേക്ക് ടു ഡബിൾ അവർ ഇൻകം. ഓക്കെ, ആ കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, 3% എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെന്ന് ചോദിച്ചു, അങ്ങനെ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ ആർക്കും വേണ്ട ഞങ്ങൾക്ക് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എവറി ഇയർ 25% ഇൻക്രീസ് ചെയ്യുക ഇൻകം. എവറി ഇയർ 25% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എവറി മന്ത് 2% ഇൻകം ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ ആയി കഴിഞ്ഞാൽ വിത്തിൻ 3 years നമുക്ക് വി ക്യാൻ ഡബിൾ അവർ ഇൻകം വിത്തിൻ 3 years. 10 years 10 times നമുക്ക് കൂട്ടാൻ പറ്റും. എങ്ങനെ ചെയ്താൽ വെറി 2%. ഓക്കെ, സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. ആക്ച്വലി വലിയ എങ്ങനെ നമുക്ക് ഡ്രീംസ് സെറ്റ് ചെയ്യാം, ഗോൾസ് സെറ്റ് ചെയ്യാം, ഗോൾ സെറ്റിംഗ് പ്രോസസ്സ് എല്ലാം അതിലുണ്ട്. ബ്രാൻഡ് ട്രേസിയുടെ അത് വളരെ ഫേമസ് ആയിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കർ. അദ്ദേഹം കടന്നു വന്ന വഴികൾ അദ്ദേഹം പറയുന്നുണ്ട്, പേപ്പറൊക്കെ വിറ്റിട്ടാണ് ക്യാഷ് ഉണ്ടാക്കിയത്. ഓക്കെ, അതുപോലെ പുള്ളി അത് പറയുന്നുണ്ട്, ബാരൻ ബുഫറ്റ് ഹൗ ലക്കി ഹീസ് എന്ന ആൾക്കാർ പറയുന്നില്ലേ. പുള്ളി അപ്പൊ ബാരൻ ബുഫറ്റ് ഓരോ പേപ്പർ വിറ്റിട്ടാണ് പുള്ളി ഈ സ്റ്റോക്കിൽ ഇടാനുള്ള പൈസ ഉണ്ടാക്കിയത്. പേപ്പർ വിറ്റിട്ട് 4 മണിക്കും 3 മണിക്കും എണീച്ച് വീട്ടിൽ പോയിട്ട് ക്യാഷ് പേപ്പർ വിറ്റിട്ട്. കാരണം എന്ന് വെച്ചാല് പാരന്റ്സ് അത്ര വെൽ ടു ഡു അല്ല. മാത്രല്ല ക്യാഷ്, അതായത് ഫുഡിന് വരെ ക്യാഷ് അദ്ദേഹം ഉണ്ടാക്കണായിരുന്നു. അങ്ങനെ പുള്ളി ഇട്ടിട്ട് ആ ക്യാഷ് എന്നാണ്, അതായത് ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി ഈ വരുന്ന ഇപ്പൊ 105 ബില്യൺ ആണ് പുള്ളിന്റെ ആസ്തി എന്ന് പറയുന്നത്. 105 ബില്യൺ. അതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഒരു പൗണ്ട്സ് എന്നാണ്, അതായത് പേപ്പർ വിറ്റ ക്യാഷ്. ഒരു പേപ്പർ വിൽക്കുമ്പോൾ പുള്ളിക്ക് ഇത്ര ക്യാഷ് കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ വിറ്റ ക്യാഷ് എന്നാണ്. അപ്പൊ എവറി ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എവറി സക്സസ്, ബിഹിൻ എവറി സക്സസ് ഒരു ഹാർഡ് വർക്കിംഗ് ഒരു സ്റ്റോറി ഉണ്ട്. അപ്പൊ ആ സ്റ്റോറി പല ആൾക്കാർക്ക് അറിയില്ല. ആ സ്റ്റോറി കാണാതെ ആൾക്കാർ പറയുന്നത് വെച്ചാല് നമുക്ക് ഫുൾ സ്റ്റോറി നമുക്കറിയില്ല, നമുക്ക് ക്ലൈമാക്സ് മാത്രമേ അറിയുള്ളൂ. അയാൾ ഭയങ്കര സക്സസ്ഫുൾ ആണ്, ഇപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറയാം, മമ്മൂട്ടി ഭയങ്കര സക്സസ്ഫുൾ ആണ്, എന്ത് ലക്കിയാണ് അയാൾ സ്വന്തമായിട്ട് വീട്, കാറ്. പക്ഷെ അയാൾക്ക് അതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു മമ്മൂട്ടി. അതായത് കല്യാണം കഴിച്ചിട്ട് ബൈക്കില് പുള്ളിയും വൈഫും കൂടി പോകുമ്പോൾ മഴ പെയ്തിട്ട് സൈഡില് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അതിൽക്കൂടെ ഒരു നിർമ്മാതാവ് പോകുമ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ കണ്ട ബസ് സ്റ്റാൻഡിന് മമ്മൂട്ടിയും വൈഫും കൂടി നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയോ? ഇല്ല. നമുക്കറിയാം മമ്മൂട്ടിയുടെ ഫുൾ ഗ്ലാമർ ആയിട്ടുള്ള ഒരു പിക്ചർ മാത്രം. ഞാൻ പറയുന്നത് വെച്ചാല് ഇപ്പൊ ഓരോ സക്സസിനും ഒരു സ്റ്റോറി ഉണ്ട്. ഓക്കെ, ആ ഹാർഡ് വർക്കിന്റെ സ്റ്റോറി, ആ ഹാർഡ് വർക്കിന്റെ പ്രോസസ്സിൽ നമ്മളും എത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ അതിൽ ഇടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഹ്യൂജ് സക്സസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഓൾ ഡു ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു സക്സസിന്, ഒരു ഗ്ലോറിയസ് സക്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു ആൾ. ബാക്ക് ടു us.